പ്രാർത്ഥനയോടെ തിരുവചനങ്ങളെ തുറക്കാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 6-7 വാക്യങ്ങളാണ് നമ്മൾ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, അവിടുന്ന് ലോകസ്ഥാപനത്തിന് മുൻപ് കണ്ടവരും മുൻ നിയമിച്ചവരും വിളിച്ചവരും വേർതിരിച്ചവരുമാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് അങ്ങ് അറിയുന്നല്ലോ. ഈ 2024 ജൂലൈ മാസത്തിൽ ഈ 2-ാമത്തെ ആഴ്ചയിൽ കേരളത്തിൽ നിന്ന് അടിയൻ ഇവിടെ വരണമെന്നും ഈ വചനം ഇവിടെ പറയണമെന്നും അങ്ങയുടെ നിർണയത്തിൽ ഉണ്ടായിരുന്നല്ലോ. പ്രിയ കർത്താവേ, ലുദിയായുടെ ഹൃദയം കർത്താവ് തുറന്നില്ലായിരുന്നെങ്കിൽ പൗലോസിന്റെ പ്രസംഗം ഫലിക്കത്തില്ല. ഞങ്ങൾ പൗലോസിന്റെ അത്രയും പ്രാഗൽഭ്യമുള്ളവരല്ല, എങ്കിലും അങ്ങ് ഹൃദയങ്ങളെ തുറക്കും എന്ന് ഞങ്ങൾ ആശയോടെ തിരുമുഖത്തേക്ക് നോക്കുന്നു. വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് കൊർന്നല്യോസിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് എപ്പോഴും എവിടെയും സംഭവിക്കുമല്ലോ. അത് ഇന്ന് ഇവിടെ അയർലൻഡിൽ സംഭവിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തിരുവചനം ഗ്രഹിക്കാനുള്ള ഉൾക്കാഴ്ച കൊടുക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ ബലപ്പെടുത്തണമേ. ഒരാൾ പോലും ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകരുതേ. വൈകി വരുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരും ഗ്രഹിക്കാൻ കൃപ ചെയ്യണം. ഈ സഭയെ അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ കൈകൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. വാക്യം നാം വായിച്ചു. വാക്യം ചിലപ്പോൾ ബോർഡിൽ വരും, അപ്പം നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. ഇല്ലെങ്കിലും കേൾക്കാം. ഒരിക്കൽ കൂടെ വായിക്കാം. എല്ലാവരും ചേർന്ന് പറയണം. ആ സഹോദരി മൈക്കിൽ കൂടെ പറഞ്ഞു കഴിയുമ്പം നിങ്ങളതൊന്നേറ്റ് പറഞ്ഞാൽ മതി. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പീൻ. ആത്മീയ വളർച്ചയുടെ 7 പടികൾ ഈ വാക്യത്തിൽ നിന്ന് ഞാൻ കണ്ടു. അത് നിങ്ങളോട് പറയാം. എഴുതാനായിട്ടുള്ള സൗകര്യമുണ്ടെങ്കിൽ എഴുതാം. 1, കർത്താവായ യേശുവിനെ കൈക്കൊള്ളുക, അതായത് സ്വീകരിക്കുക. 2, കർത്താവിൻ്റെ കൂടെ നടക്കുക. 3, കർത്താവിൽ വേര് ഊന്നുക. 4, ആത്മീക വർധനവ് നേടുക അഥവാ പ്രാപിക്കുക. 5,
ഉപദേശ സത്യങ്ങൾ ഗ്രഹിക്കുക. നിങ്ങളും കൂടെ വരാനായി സ്ലോ ചെയ്ത് നിൽക്കുന്നത്. ആറ്, വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാകുക. ഏഴ്, സ്തോത്രത്തിൽ കവിയുക. ആമേൻ. കൊലോസ്യർ 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഒരു മിനിറ്റ്. കൊലോസ്യർ 1:13 വായിക്കാൻ സമയമില്ല, എഴുതുന്ന ഒത്തിരി പേരുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ ലാസ്റ്റ് ലൈൻ പറയാം. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. ഇവിടെ വന്നപ്പോഴേക്കും അതിൻ്റെ ലെവൽ കൂടി. സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കണം. കേരളത്തിൽ ഇപ്പോൾ അണക്കെട്ടുകൾ തുറന്നു വിടുകയാണ്. കവിഞ്ഞതുകൊണ്ടാണ്, നിറഞ്ഞതുകൊണ്ടാണ്. നിറഞ്ഞ് കവിയുമ്പോഴാണ് തുറന്നു വിടുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, വെള്ളം കൂടുതലൊന്നുമില്ല. എന്നാന്നറിയോ? ക്ലീൻ ചെയ്യാതെ കിടക്ക്. ഈ കവിഞ്ഞെന്നൊക്കെ പറഞ്ഞാലും അകത്തൊന്നുമില്ല. എന്തിനാ ഇപ്പം അത് പറഞ്ഞെന്നറിയോ? വെറുതെ ഇവിടെ ഇരുന്ന് നിർബന്ധിച്ച് സ്തോത്രം പറയിപ്പിച്ചാൽ കാര്യമൊന്നുമില്ല, നിറഞ്ഞിട്ടേ കവിയാൻ പറ്റുള്ളൂ. പിന്നെ നല്ല വർഷിപ്പ് ലീഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒക്കെ ഇച്ചിരി സ്തോത്രമൊക്കെ പറയും. അത് നല്ലതാണ്. കാരണം സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ഒന്നുമില്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലത് പറഞ്ഞിട്ടെങ്കിലും പറയുന്നതാണ്. MV ചാക്കോ സാർ പറയുമായിരുന്നു, ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ സ്തോത്രം പറഞ്ഞാൽ 50-50 ആണ്. എന്നാലും 50 കിട്ടുമല്ലോ, വെറുതെ ഇരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ. സ്തോത്രം കവിയണമെങ്കിൽ ഈ 6 സാധനം അകത്ത് വരണം. ആ വരുമ്പം സ്തോത്രം കവിഞ്ഞോളൂ. പിന്നെ സ്തോത്രം നിർത്താൻ നമ്മൾ പറയണം, അതുപോലെ സ്തോത്രം. സ്തോത്രം പ്രാക്ടിക്കലായിട്ട് ഞാൻ ചോദിക്കുകയാണേ, ഒരു ദിവസം എത്ര സ്തോത്രം പറയുന്നുണ്ട്? ഇപ്പൊ ഉത്തരം പറയണ്ട, ചിന്തിച്ചാൽ മതി. ഞാനിത് ചിന്തിക്കാനൊരു കാരണമുണ്ട്. ശലോമോൻ അന്ന് രാത്രി 1000 ഹോമയാഗം കഴിച്ചു എന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. വായിച്ചായിട്ട് ഓർക്കുന്നുണ്ടോ? രണ്ട് ദിനവൃത്താന്തം 1-ാം അധ്യായം ആണെന്നാണ് എൻ്റെ ഓർമ്മ. വാക്യം നമ്പർ എന്ന് പറയാവോ? 1:6 ആ. 1000 ഹോമയാഗം കഴിക്കാൻ എത്ര സമയം വേണ്ടി വരുമെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ പറയാവോ?
നമുക്ക് ഊഹിക്കാനൊക്കെയില്ല. ഒരു മൃഗത്തെ അതിനു വേണ്ടി കൊണ്ടുവരണം. പുരോഹിതൻ അതിൻ്റെ തലയിൽ കൈവയ്ക്കണം. ഉത്തരവാദിത്തപ്പെട്ടവർ ചേർന്ന് അതിനെ അറുക്കണം. അതിൻ്റെ ഒത്തിരി ചടങ്ങുണ്ട്. വിട്ടുവീഴ്ചയില്ലേ പഴയ നിയമത്തിൽ? വിട്ടുവീഴ്ചയില്ല. നമുക്ക് ഇച്ചിരി വിട്ടുവീഴ്ചയുണ്ട്. ഇച്ചിരി അല്ല, ഒത്തിരിയുണ്ട്. ഇപ്പം ഈ കോവിഡ് വന്നേ പിന്നെ അപ്പടി വിട്ടുവീഴ്ച. പണ്ടൊക്കെ ഒരാൾ ഞായറാഴ്ച വന്നില്ലെങ്കിൽ ഞാൻ 1 മണി കഴിയുമ്പോൾ തന്നെ വിളിക്കും. ഇപ്പം ഞാനും വിളിക്കുന്നില്ല. കാരണം ഈ കോവിഡ് കാലത്ത് അങ്ങനെ ഒരു ശീലം വന്നുപോയി. അഥവാ ഞാൻ 1 മണിക്ക് വിളിച്ചില്ലെങ്കിൽ 2 മണിയാകുമ്പോൾ ഇങ്ങോട്ട് വിളിക്കും. പാസ്റ്ററേ, സോറി കേട്ടോ, ഇങ്ങനെ ഒരു അത്യാവശ്യം വന്നതാണ്. ഇപ്പം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഇപ്പോൾ കാരണം എന്നാണെന്നറിയോ? 3 കൊല്ലം അങ്ങനെ ഇരിക്കായിരുന്നെങ്കിൽ പിന്നെ ഇപ്പം ഇരിക്കാൻ മേലേ. ആർക്ക് പോയി? അവരവർക്ക് പോയി. ഹല്ലേലൂയ. ഭയങ്കര സ്ട്രിക്റ്റ് ആണ് പഴയ നിയമം. 1000 ഹോമയാഗം കഴിച്ചു. അതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ചെയ്യാനൊക്കത്തില്ല. ദൈവം സ്ട്രിക്റ്റാ. ഊനമില്ലാത്ത ആണ് ഉണ്ടായിരിക്കെ ദൈവത്തിന് നേർന്നിട്ട് ഊനമുള്ള റിട്ടയർഡായ ആടിനെ യാഗം കഴിക്കുന്നവൻ പറ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ ദൈവത്തിന് നമ്മുടെ തൊഴുത്തിൽ എന്തൊക്കെ ഉണ്ടെന്നറിയാം. പിന്നെ ബാക്കി അറിയാൻ വല്ല വിഷമമുണ്ടോ? നമുക്ക് എന്നൊക്കെ ഉണ്ടെന്നെല്ലാം അറിയാൻ മേലേ. നമുക്ക് നേരത്തെ എന്തുണ്ടായിരുന്നു, ഇപ്പം എന്തുണ്ട്, എല്ലാം കർത്താവിനറിയാം. സ്തോത്രം, സ്തോത്രം. ശലോമോൻ എത്ര സിസ്റ്റമാറ്റിക്കായിട്ട് എത്ര പുരോഹിതന്മാർക്ക് ജോലി കൊടുത്തു, എത്ര പുരോഹിതന്മാർക്ക് ടിപ്പ് കൊടുക്കാതെ ചെയ്യാൻ ഒക്കുകയില്ല. അത്ര ഭയങ്കര ഒരു കാര്യം ഇവിടെ നടന്നത്. എഴുതിയപ്പോൾ ഒറ്റ ലൈനിൽ അങ്ങ് തീർന്നു. 1000 ഹോമയാഗം കഴിച്ചു. 1000. 7-ാം വാക്യം നോക്കിയേ. അന്ന് രാത്രി പ്രത്യക്ഷനായി. എന്ന് രാത്രി 1000 യാഗം അങ്ങോട്ട് ചെന്നപ്പോൾ തമ്പുരാൻ അടങ്ങിയിരിക്കാൻ മേല. നിങ്ങളതിനെ റിയലൈസ് ചെയ്യുന്നുണ്ടോ? സ്തോത്രം. നമ്മുടെ ദൈവം വളരെ ഡീസൻ്റ്. നമ്മുടെ ദൈവം ഭയങ്കര അന്തസ്സുള്ള ആളാണ്. നീ ഇങ്ങനെ 1000 യാഗമൊക്കെ കഴിച്ചപ്പോൾ നിനക്ക് എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണുമെന്ന് എനിക്കറിയാം. പക്ഷെ പുള്ളി ആവശ്യമൊന്നും എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളോട് രഹസ്യം പറയാം. ഒന്നും പറയണ്ട, സ്തോത്രം പറഞ്ഞാൽ മതി. പെണ്ണിനെ കെട്ടിക്കേണ്ട സമയം കഴിഞ്ഞു, അത് ദൈവത്തിനറിയാൻ മേലേ. സ്തോത്രം പറഞ്ഞാൽ മതി. ലില്ലി മോൾക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മതി, മതി. ലില്ലി മോളുടെ പ്രായം ദൈവത്തിനറിയാം. തല നരച്ചെന്നൊന്നും നമ്മൾ പറയണ്ട. നമ്മൾ വേറെ പലതും പറയും. കർത്താവേ, അപ്പുറത്തെ വീട്ടിലെ തങ്കമ്മയുടെ കഴിഞ്ഞു, അതിനേക്കാൾ പ്രായമുള്ള മേരിക്കുട്ടിയുടെ കഴിഞ്ഞു. ഇതൊക്കെ വല്ല ദൈവത്തോട് പറയേണ്ട കാര്യമുണ്ട്? അതൊക്കെ നമ്മുടെ കുശുമ്പിന്റെ ഭാഗങ്ങളല്ലേ. ലിങ്ക് ഉണ്ട് സൂമിന്റെ. കേറ്. സ്തോത്രം, സ്തോത്രം. ചോദ്യം: ഇന്നെത്ര സ്തോത്രം പറഞ്ഞു? നല്ല പരമാർത്ഥികളായ ദൈവമക്കളാണല്ലോ. 1000 സ്തോത്രം പറഞ്ഞെന്ന് ഉറപ്പുള്ളൊരു കൈപൊക്കി. ദൈവം അമ്മച്ചി പൊക്കി. ലേലുയ. ഞാൻ പലയിടത്ത് നോക്കിയിട്ടുണ്ട്, ആരും കൈപൊക്കിയിട്ടില്ല. അമ്മച്ചിക്ക് ഒരു സമ്മാനം കൊടുക്കണമെന്നുണ്ട്. പക്ഷേ ഇപ്പം ഞാനിവിടെ ഇപ്പം എന്നാ സമ്മാനം തരുന്നേ? ദൈവത്തിന് സ്തോത്രം. സ്തുതിക്കുന്നു. ഞാൻ അന്ന് ഈ വചനം ധ്യാനിച്ച് എണ്ണി നോക്കി. 1000 സ്തോത്രം പറഞ്ഞു നോക്കി.
സ്വത്രം 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 അങ്ങനെയല്ല, ഒരു മിനിമം സ്പീഡിൽ 40 മിനിറ്റ് എടുത്തു. മറ്റൊന്നും ചിന്തിക്കാതെ സ്തോത്രം പറഞ്ഞാൽ ഇപ്പൊ ഈ 2024 ദൈവം അത് തന്നു. കൂടുതൽ കാര്യമൊന്നും പറയണ്ട, സ്തോത്രം ചെയ്താൽ മതി. വണ്ടിയിലിരിക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും കുളിക്കുമ്പോഴും സ്തോത്രം പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവർക്ക് ഇടർച്ച വരാത്ത പോലെ ഒക്കെ ചെയ്യണമല്ലോ. കാറെ മറ്റുള്ളവരൊക്കെ ഇരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയാൻ കാണും. ഓർക്കുക, അതുകൊണ്ട് നാം അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന, ബാക്കി പറയണം, ഞായറാഴ്ച തോറുന്നില്ല അല്ലേ? ഞാൻ പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു പോയി. ഇടപെടാതെ തന്നെ ഉള്ളു അല്ലേ? ഞായറാഴ്ച നിങ്ങൾ വന്നതിന് വളരെ നന്ദി. ഒരു ചേഞ്ച് വരണം ഈ മീറ്റിംഗ് കൊണ്ട്. അതിപ്പോൾ ഞാൻ ഉറക്കെ പറഞ്ഞാലും പതുക്കെ പറഞ്ഞാലും ചേഞ്ച് വരുത്തേണ്ടത് നിങ്ങളാ. ഞാൻ ഉറക്കെ പറഞ്ഞ ചേഞ്ച് എനിക്ക് വരും, വേർക്കും. നിങ്ങൾ ചേഞ്ച് വരുത്താൻ ഇങ്ങനെ പറഞ്ഞാലും മതി. സിമ്പിളാ. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഞാനൊരിക്കൽ ചർച്ചിൽ എല്ലാ വീട്ടിലും എഴുതി കൊടുത്തു, സ്തോത്രം പരീക്ഷിക്കുക. പണ്ട് എഴുതി കൊടുത്തില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞു, എഴുതി വീട്ടിലൊട്ടിക്കാൻ പറഞ്ഞു. പിന്നീട് ഞാൻ ഭവന സന്ദർശനത്തിൽ അല്ലേ നോക്കുന്നുണ്ടോന്ന്. അടുക്കളയിലാണ് മിക്കവാറും കണ്ടത്. സഹോദരിമാർ ഈ പറയുന്നത് അനുസരിക്കും. സഹോദരന്മാർ ഇച്ചിരി ബുദ്ധിമാന്മാരായതുകൊണ്ട് എഴുതി വെച്ചിട്ടില്ല, എൻ്റെ മനസ്സിൽ ഇരുന്നാൽ പോരെ എന്ന് ചിന്തിക്കും. അതും ശരിയാ, മനസ്സിലിരുന്നാൽ മതി. താങ്ക് യു ജീസസ്. സ്തോത്രം പരീക്ഷിക്കുക. മറ്റെല്ലാം പരാജയപ്പെട്ടാലും ഇത് വിജയിക്കും. നോക്കൂ, പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഭാരമുള്ള വിഷയത്തിന് ഒരു 50 സ്തോത്രം പറ. മഞ്ഞ് പോലെ ഉരുകും അത്. ഗ്ലോറി, ഗ്ലോറി. സ്തോത്രം. മറ്റൊരു വാക്യം പറയാം. ഈ ദൂത് പറഞ്ഞു പോകണമല്ലോ, ക്ലാസ് തീർന്നാലും തീർന്നില്ലേ. യഹോവയുടെ സന്നിധിയിൽ, സർവഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. നമ്മുടെ പർവ്വതം പോലെയുള്ള വിഷയങ്ങൾ ദൈവസന്നിധി കൊണ്ടുവന്നിട്ട് സ്തോത്രം ചെയ്താൽ മതി. അത് ഉരുകി മാറുന്ന കാണാം, അത് ഉരുകി മാറുന്ന കാണാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1-2 മിനിറ്റ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ശരബലബരബശിയലറബ റിബലബരബതല ഹസ്സനാദിയന്തരഹത്തരാലഗശ്യാലബാരബാര. ഞാനൊരു വാക്യം വായിക്കുകയാണ്. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തിയാറേ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. ഇവിടെ നമ്മുടെ ജീവിതയാത്രയിലും ചിലപ്പോൾ കയ്പുള്ള ആഴ്ചകൾ വരും, കയ്പുള്ള മാസങ്ങൾ വരും. സ്തോത്രം. കയ്പുള്ള വർഷങ്ങൾ വരും. ഇന്ന് ഫ്ലോറിഡയിൽ നിന്ന് ഒരു സ്നേഹിതൻ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സഹോദരി ഒന്ന് വീണു. ബൈക്ക് അല്ല, അപകടത്തിൽപ്പെട്ടു. ഒരു അപകടത്തിൽ പെട്ടു. ഇപ്പോൾ ഇന്ന് 5 വർഷം തികഞ്ഞു ആശുപത്രി കിടക്കുക. 5 വർഷം തികഞ്ഞു.
ഒരാൾ രോഗിയായാൽ ആ വീട് മുഴുവൻ കയ്പായി. ആ വീട്ടിൽ പിന്നെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുമോ ആരെങ്കിലും? ആ വീട്ടിൽ ചിരിയുണ്ടോ? പിന്നെ ആ വീട്ടിൽ ഈ കോമഡി എന്തെങ്കിലും വെക്കുവോ, കേൾക്കുവോ? സന്തോഷം നഷ്ടപ്പെട്ട എത്ര കുടുംബങ്ങളുണ്ടെന്നറിയാവോ? അതാണ് ഈ വാക്യം. കയ്പായി പോയി. സ്തോത്രം. മാറായ മധുരമാക്കി തീർക്കുമവൻ, മാറായ മധുരമാക്കി തീർക്കുമവൻ, പാറയെ പിളർന്നു ദാഹം പോക്കുമവൻ. പാറയെ പിളർന്നു ദാഹം പോക്കുമവൻ, മാറായ മധുരമാക്കി തീർക്കുമവൻ, മാറായ മധുരമാക്കി തീർക്കുമവൻ. പാറയെ പിളർന്നു എന്റെ സങ്കേതവും എന്റെ രക്ഷയും യേശുവത്രേ. ഹല്ലേലൂയ. എന്റെ രക്ഷയും എൻ Amen. 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 ആരെങ്കിലും ഇന്ന് കയ്പിന്റെ ആഴ്ചകൾ അനുഭവിക്കുന്നവരുണ്ടോ? കയ്പിന്റെ മാസങ്ങൾ, കയ്പിന്റെ വർഷങ്ങൾ നിങ്ങൾക്കുണ്ടോ? എങ്കിൽ നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, സ്തോത്രം അതിലേക്ക് ഇട്. ഞാൻ അങ്ങനെ ഒന്ന് വ്യാഖ്യാനിക്കുക ഇന്ന്. അവര് ചെയ്തത് ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് പിറുപിറുത്തു. അതാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. ആദ്യം എല്ലാവരും അതാ ചെയ്യുന്നത്. കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. മോശ ആരാ ഇവരുടെ? ആരാ? മോശ ഇസ്രായേലിന്റെ ആരാ? പാസ്റ്റർ. അതിനെ അങ്ങനെ പറയാനുള്ള വിഷമം. പാസ്റ്ററുടെ ആരോടാ പിറുപിറുക്കുക? ഭാര്യയുടെ പിറുപിറുക്കാൻ പറ്റുമോ? പുള്ളിക്കാരി ഡേ നൈറ്റ് ഡ്യൂട്ടിയാ. മോശ എന്നാ ചെയ്യാനാ? മോശ ഉടനെ സഭ പിരിച്ചു വിട്ടു. കയറിയാളോ? അല്ല. മോശ ദൈവത്തോട് പറഞ്ഞു. കാരണം ദൈവം പറഞ്ഞിട്ടാ തുടങ്ങിയത്. ഗ്ലോറി. ദൈവം പറഞ്ഞിട്ടാ ഇറങ്ങിയത്. ദൈവം പറഞ്ഞിട്ടാ തുടങ്ങിയത്. ദൈവം പറഞ്ഞിട്ടാ ഇതുവരെ ചെയ്തത്. എങ്കിൽ ദൈവത്തോട് പറഞ്ഞാൽ മതി കേട്ടോ. ദൈവത്തോട് പറഞ്ഞാ മതി. മോശ ദൈവത്തോട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ദൈവം എന്ത് ചെയ്തു? വൃക്ഷം നട്ടെന്നാണോ കാണിച്ചു കൊടുത്തു. അപ്പൊ വൃക്ഷം അവിടെ ഉണ്ടായിരുന്നു. നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം അതിന്റെ കരയ്ക്ക് തന്നെ ഉണ്ട്. പ്രശ്നം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ പരിഹാരവും സൃഷ്ടിക്കപ്പെട്ടു. ഒരു കെട്ട് വീണ ഒരു കയറ്, ഷൂവിന്റെ ലൈസ് കെട്ട് വീണുപോയി.
അത് അഴിക്കാനായിട്ട് വേറെ കയറ് കൊണ്ടുവരണ്ട, ഇച്ചിരി സമയം എടുത്താൽ മതി. അതിനകത്ത് തന്നെ അത് അഴിക്കാനുള്ള ഒരു വള്ളി കിടപ്പുണ്ട്. പ്രശ്നത്തിന്റെ പരിഹാരം പ്രശ്നത്തിനകത്ത് തന്നെയുണ്ട്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. നമ്മുടെ ഇവിടുത്തെ ചൂടുവെള്ളം തുറക്കുന്ന അവസ്ഥയാണല്ലോ ഇപ്പൊ ഈ മൈക്കിന്. ഇച്ചിരി നേരം ചൂടുവെള്ളം വരും, പിന്നെ ഉടനെ പച്ചവെള്ളം വരും, ചിലപ്പോൾ വല്ലാതെ ചൂടുവെള്ളം വരും, പിന്നെ ഇടയ്ക്ക് സൗണ്ട് വല്ലാതെ വരുന്നു, പിന്നെ കുറയുന്നു. മക്കളെ വിഷമിക്കണ്ട കേട്ടോ, കുറ്റം പറഞ്ഞല്ല, ഇലക്ട്രോണിക് സാധനങ്ങളല്ലേ. ഒരു ഏകദേശം ഒരു ലെവലിലങ്ങ് വെച്ചാൽ മതി, കൂട്ടവും വേണ്ട കുറയ്ക്കുകയും വേണ്ട കേട്ടോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മോശ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്തേലും ഒരു വഴി കാണിച്ചു തരണം. ദൈവം പറഞ്ഞു, ആ നിൽക്കുന്ന മരം 1 കിലോമീറ്റർ അപ്പുറം പോയി നീലക്കുറിഞ്ഞിയുടെ ഇല കൊണ്ടുവരണമെന്നും ദൈവം പറഞ്ഞില്ല. ഞാൻ എൻ്റെ വിശ്വാസം പറയാം, ആ ഇല ഒരു സ്പെഷ്യൽ ഇലയൊന്നുമല്ല, അത് അന്നേരത്തേക്കുള്ള ദൈവപ്രവൃത്തിയാണ്. അല്ലായിരുന്നെങ്കിൽ ആ വൃക്ഷം കൊണ്ടുവരും പോയേനെ. കാരണം ഇനി ഇങ്ങനത്തെ പ്രയാസം വന്നാൽ ഇതിട്ട് ഉണക്കി വയ്ക്കാമല്ലോ, നമുക്ക് ഇതിനെല്ലാം പണിയുണ്ടല്ലോ. ശരിയായ ഗുണം കിട്ടിയില്ലെങ്കിൽ ഉണക്കയ്ക്ക് ഗുണമുണ്ടല്ലോ. കരിയാപ്പില ഉണങ്ങി വെക്കുന്നു, പുതിനയില ഉണങ്ങി വെക്കുന്നു. താങ്ക് യു ജീസസ്. പിച്ചള സർപ്പത്തിന് അന്നേ ഉള്ളൂ ശക്തി, അല്ലേ അല്ലേ? അവരൊറ്റ 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിന്റെ പവർ പോയി. വസ്തുക്കളിലല്ല ദൈവപ്രവൃത്തി. അതുകൊണ്ട് ഞാൻ പറയുന്നു, ആ വൃക്ഷത്തിന്റെ കൊമ്പ് നിന്റെ കയ്യിലുണ്ട്, അത് സ്തോത്രമാണ്. അതരബലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. നിന്റെ കയ്പ് ഇന്ന് രാത്രി മധുരമാകും. എത്ര പേര് ഈ ദൂതായിട്ട് ഏറ്റെടുക്കും? എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെ ഹിസ്റ്ററി ഒന്നും അറിയത്തില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇങ്ങനെ പറയുന്നു, നിന്റെ കയ്പ് മാറാൻ പോകുന്നു. കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അങ്ങ് തന്ന ദൂത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ചിലരുടെ വീട്ടിലെ കയ്പുകൾ, ചിലരുടെ ഹൃദയത്തിലെ കയ്പുകൾ, കൂട്ടായ്മയിലെ കയ്പുകൾ, ജോലി സ്ഥലത്തെ കയ്പുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് മധുരമായി മാറട്ടെ. ഇപ്പോൾ അത് മധുരമായി മാറട്ടെ. ഇന്നു മുതൽ ഒരു മാറ്റം സംഭവിക്കട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. അത് വെള്ളത്തിൽ ഇട്ടപ്പോൾ എന്തായി പറയുന്നു? നിങ്ങളുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് ഇതൊരു ഒരു ഒരു തീക്കട്ട പോലെ ഇടുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. യേശുവിന്റെ നാമത്തിൽ ഞാനിത് വിശ്വസിച്ചോണ്ടാ പറയുന്നത്. കർത്താവേ, ഈ രാത്രി ജനത്തിനത് സംഭവിക്കണമേ. വെറുതെ ഒരു കേൾവി കേട്ടിട്ട് പോകാനല്ല. ഇന്ന് രാത്രി എന്റെ കയ്പും മധുരമായി എന്ന് ചിലർ ഏറ്റുപറയട്ടെ. നിന്റെ കൈപ്പേറിയ വിഷയങ്ങളുടെ നടുവിൽ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ അത് മധുരമായി മാറും. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. ക്ലാസ് മുഴുവൻ തീർന്നില്ലെങ്കിലും ചിലരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കണം. ചില രോഗസൗഖ്യങ്ങൾ ഇന്ന് രാത്രി നടക്കണം. ചില രൂപാന്തരങ്ങൾ ഇന്ന് രാത്രി നടക്കണം. ചില കയ്പ് മധുരമായി മാറണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കുടുംബങ്ങളെ എല്ലാം വഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ എല്ലാം വഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. യൗവനക്കാരെ വഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഹല്ലേലൂയ. ചെറിയ കുട്ടികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം ചെല്ലുന്ന എല്ലാ ഹൃദയങ്ങളിലും അത് മധുരമായി മാറട്ടെ. വചനം തേനാണെന്ന് എഴുതിയിട്ടുണ്ട്, തേനിലും തേൻകട്ടയിലും മധുരമാണെന്ന് എഴുതിയിട്ടുണ്ട്. ആമേൻ. ദൈവം നിനക്ക് തന്ന വാഗ്ദത്ത വചനവും സ്തുതിയും ആരാധനയും അർപ്പിച്ചുകൊണ്ടിരുന്നാൽ കയ്പ് മധുരമായി മാറും. താങ്ക് യു ജീസസ്. കൊലോസ്യ ലേഖനം ആരംഭിക്കുമ്പോൾ സ്തോത്രം ചെയ്യുവീൻ എന്ന് പറഞ്ഞു. പകുതി ഭാഗമായപ്പോൾ സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ 4:1 നോക്കിയേ. കൊലോസ്യർ 4:1 ഒരു മിനിറ്റ് ഞാൻ പറയാം. 4:2 നോക്കിയേ. ആ വെരി ഗുഡ്, താങ്ക് യു. ഒടുവിലേക്ക് വരുമ്പോൾ സ്തോത്രത്തോടെ എന്ന് പറഞ്ഞാൽ ഉണർന്നിരുന്ന് സ്തോത്രം ചെയ്യും. അലേർട്ട്. Thank God. Alert and thank God. ഉണർന്നിരുന്ന് സ്തോത്രം ചെയ്യും. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുക. അതിനാണ് ഈ ജാഗരണ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമുക്കങ്ങനെയുള്ള കാര്യങ്ങൾ കുറവാണ് എന്ന് എനിക്ക് അറിയാം. കുറച്ചു പേരെ ഉള്ളെങ്കിലും ജാഗരണ പ്രാർത്ഥന ഉള്ളത് നല്ലതാണ്. സ്തോത്രം, 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 സ്തോത്രം. വിഷയങ്ങൾ ഉരുകി മാറും സ്തോത്രം ചെയ്താൽ. പ്രാർത്ഥനയിൽ സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കും. സഹോദരങ്ങളെ, യൗവനക്കാരെ, സഹോദരിമാരെ, നന്നായിട്ട് കേൾക്കുന്നുണ്ടോ? ഇതാണ് വഴി, ഇതാണ് വഴി, ഇതാണ് കറക്റ്റ് വഴി, ഇതേ ഉള്ളൂ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. ആമേൻ. അതിനു മുമ്പ് കൊലോസ്യർ 2:6-7, അതിനു മുമ്പ് വിശ്വാസത്തിൽ ഉറപ്പ്, ഉപദേശ നിശ്ചയം, ആത്മീയ വർധന, വേരൂന്നുന്ന അനുഭവം, കർത്താവിൻ്റെ കൂടെ നടക്കുന്ന അനുഭവം, കൈക്കൊള്ളുന്ന അനുഭവം. ഇതാണ് ഇതിൻ്റെ വളർച്ച. വളർച്ചയുടെ സ്റ്റെപ്പാണത്. ശരിക്കും വളർച്ചയുണ്ടെങ്കിലേ സ്തോത്രം ഉണ്ടാകത്തു. ഇല്ലെങ്കിൽ പറഞ്ഞു പറയിപ്പിക്കണം. വളർച്ചയുണ്ടെങ്കിൽ സ്തോത്രം എന്ത് ചെയ്യും? തന്നെ വരും, കവിഞ്ഞൊഴും. സ്തോത്രം, 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 സ്തോത്രം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നൊരു വാക്കില്ലേ? ഉണ്ട്. അപ്പം സ്തോത്രം ചെയ്യാൻ മേലാത്ത ഒരു വിഷയമില്ല. എല്ലാറ്റിനും സ്തോത്രം. ഇതൊക്കെ വളർച്ചയുണ്ടല്ലേ പറ്റൂ. കഥകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? കഥകൾ കേട്ടിട്ടുണ്ടാവും. സ്തോത്രം, 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 സ്തോത്രം. ഒത്തിരി ഉദാഹരണങ്ങൾ എനിക്ക് അറിയാം അതിനെക്കുറിച്ച്. എല്ലാറ്റിനും സ്തോത്രം ചെയ്തിട്ട് പിന്നത്തേതിൽ നന്മയായി മാറിയ പല പല ഉദാഹരണങ്ങളുണ്ട്. എന്നാൽ അങ്ങനെ പറഞ്ഞാൽ സമയം അങ്ങ് പോവുമല്ലോ. പരീക്ഷിക്കുക. ഇതൊരൊറ്റ മൂല്യാണ്. സ്തോത്രം പരിശീലിച്ചാൽ
പിറുപിറുപ്പ് മാറിപ്പോകും. മൂന്നാമത്തെ കൊലോസ്യർ 3-ാം അധ്യായം വരുമ്പോ പതിനാലാമത്തെ വാക്യം നോക്കി. അല്ല, ആ പിന്നെ ആ ആ കൊച്ചു വാക്ക, നന്ദിയുള്ളവരായിരിക്കും. നന്ദിയുണ്ടെങ്കിൽ സ്തോത്രം ഉണ്ടാവും. നന്ദിയുണ്ടെങ്കിൽ കംപ്ലൈന്റ് ഉണ്ടാവില്ല. നന്ദിയുണ്ടെങ്കിൽ പെറുപെറുപ്പുണ്ടാവില്ല. നന്ദിയുണ്ടെങ്കിൽ പിണക്കം ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് പിന്നെയും ആ ആ ആ ആ ആ ആ ആ ആ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. എന്തോ ഒരു തെളിവുകളാണ് ഇപ്പൊ കിട്ടിയത്. അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു ഇംപ്രൂവ്മെന്റ് ഈ വിഷയത്തിലൊന്നും ഉണ്ടാക്കാൻ പറ്റുമോ? ആമേൻ. അതിനാഗ്രഹിക്കുന്നവർ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച്, ഒരു ഇംപ്രൂവ്മെന്റിന് ആഗ്രഹിക്കുന്നവർ, സ്തോത്രത്തിൽ ഒരു ഇംപ്രൂവ്മെന്റിന് കൈ ഉയർത്തിപ്പിടിച്ചാട്ട്. പിതാവേ, ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഇവർ പോലും അറിയാതെ അവരുടെ ഉള്ളിൽ നിന്ന് സ്തോത്ര സ്വരങ്ങൾ, സ്തോത്രയാഗങ്ങൾ പുറപ്പെട്ടു വരട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. നമ്മൾ ഈ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവര് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഇടപെടാതെ സ്തോത്രം ചെയ്യുന്ന ആ നാവിലേക്കാണ് അന്യഭാഷ വരുന്നത്. ഇതിനകത്ത് വലിയ ബുദ്ധിമാന്മാരൊന്നും ഇടപെട്ടിട്ട് ഒരു കാര്യമില്ല. നമ്മളിങ്ങനെ ദൈവത്തെ സ്തുതിക്കാൻ ഒരു നാണവും ഇല്ലാത്തവരാണ്. ഇപ്പൊ ഈ കേട്ട വചനങ്ങളെല്ലാം വെച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. ഇതാണ് പിന്നെ ഫിലിപ്പിൻ കാരാഗ്രഹത്തിൽ നടന്നത്. വായിച്ചത് ഓർമ്മയുണ്ടല്ലോ. അവർ പ്രാർത്ഥിച്ചു, പാടി, സ്തുതിച്ചു. പെട്ടെന്ന് ആത്മശക്തി എവിടെ ഇറങ്ങി വന്നു. ഇതുതന്നെയാണ് പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചത്. ദേവാലയത്തിൽ വന്നിരുന്ന് ദൈവത്തെ വാഴ്ത്തി പോന്നു. അങ്ങനെ വായിച്ചു ഓർക്കുന്നില്ലേ? അതെ. അപ്പോഴാണ് പരിശുദ്ധാരൂപിയുടെ അനുഭവം അവർക്കുണ്ടായത്. അവരുടെ നാവിനെ പരിശുദ്ധാത്മാവ് കീഴടക്കി. പുതുഭാഷകൾ വന്നു. നീ ദൈവത്തെ സ്തുതിക്കാൻ മടിയില്ലാത്തവനായി തീർന്നാൽ ദൈവം നിന്റെ നാവിന്മേൽ പുതുഭാഷ തരും. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ തൃപ്തിപ്പെടാതെ വീണ്ടും പുതിയ ഭാഷകൾ, പുതിയ ഭാഷകൾ, പുതിയ ഭാഷകൾ, പുതിയ ഭാഷകൾ കർത്താവ് നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. ഇതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് കർത്താവിനെ കൈക്കൊള്ളുക എന്നതിലാണ്. നമുക്ക് അവിടേക്ക് തുടങ്ങാം, അവിടേക്ക് വരാം. എന്താണ് കൈക്കൊള്ളുക? അതിനൊരു അടിസ്ഥാന വാക്യമുള്ളത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യമാണ്. ചേർന്ന് എല്ലാവരോടും കൂടി പറഞ്ഞാട്ട്. ആമേൻ. ആരാണീ അവൻ? ഇവിടെ ഒരു പൊതു അറിവ് നമുക്കുണ്ടാകണം. നമ്മളിപ്പോൾ ഈ വാക്യം പുറത്ത് എവിടെയും എഴുതി വെക്കാതിരിക്കട്ടെ. അത് അർത്ഥപൂർണമല്ല. അവനെ കൈക്കൊണ്ടു. അത് അർത്ഥപൂർണമല്ല. അപ്പൊ അവിടെ എങ്ങനെ എഴുതണം? യേശുവിനെ കൈക്കൊണ്ടു. ഞാനൊരു റോഡ് സൈഡിൽ താമസിച്ച കാലത്ത്
അവിടെ വലുതായിട്ട് എഴുതി വെച്ചു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ഒരാൾ വണ്ടി നിർത്തി വെച്ച് എന്നോട് ചോദിച്ചു, നീ ഇത്ര വലിയ പുള്ളിയാണോ? പെട്ടെന്ന് അത് വെട്ടി യേശു പറയുന്നു എന്ന് മോളിൽ ചേർത്ത്. നമ്മൾ നമ്മുടെ ഭാഷയിലാണ് പറയുന്നത്. പബ്ലിക്കിന്റെ ഭാഷ നമുക്ക് പലപ്പോഴും അറിയില്ല. ഒരു കവലെ നിന്ന് പരസ്യത്തിൽ പ്രസംഗിക്കുക, പുത്രനുള്ളവന് നിത്യജീവനുണ്ട്. പ്രായമായ കൊച്ചൻ പറഞ്ഞ, അപ്പൊ പുത്രി ഉള്ളവർക്കില്ല അല്ലേ? നമ്മുടെ നോട്ടത്തിൽ അതിനൊരു തെറ്റുമില്ല, പക്ഷെ കേൾവിക്കാരന്റെ നോട്ടത്തിലോ? അപ്പൊ അത് എന്താക്കണം? ദൈവപുത്രനുള്ളവന്. സ്വതന്ത്രം. അപ്പൊ അവനെ കൈക്കൊണ്ടെന്ന് പറഞ്ഞാൽ ആരെ കൈക്കൊണ്ട്? യേശുവിനെ. ഇതൊക്കെ ഒരു ജനറൽ നോളജിൽ പെടും. നമുക്ക് നമ്മുടേതായ ചില ലാംഗ്വേജുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതിന് മോചനം കിട്ടണം. അപ്പൊ അവിടെ നമുക്ക് ചില കാര്യങ്ങൾ ഒന്ന് ധ്യാനിച്ച് മുമ്പോട്ട് പോകും. അവനെ കൈക്കൊണ്ട് എന്ന് യോഹന്നാൻ പറയുമ്പോൾ, സ്തോത്രം, അതിനു മുമ്പ് ഈ അവൻ ആരാന്ന് പറയുക. അപ്പൊ 1 മുതൽ വായിച്ചു വന്നാലേ 12-ാം വാക്യത്തിന് അർത്ഥമുള്ളൂ. അവൻ 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 എന്ന വാക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8 പ്രാവശ്യം കണ്ടുണ്ട്. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. അവൻ മുഖാന്തര സകലവും ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല, അവനെ കൈക്കൊണ്ട്. അവൻ ആരാ? അവൻ വചനമാണ്, അവൻ ദൈവമാണ്, അവൻ സൃഷ്ടാവാണ്, അവൻ വെളിച്ചമാണ്, അവൻ ജീവനാണ്, അവൻ മനുഷ്യനായി അവതരിച്ചവനാണ്, അവൻ അവൻ ഇവിടെ ഉണ്ടായിരുന്നവനാണ്, അവൻ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നു. യഹൂദന്മാരവനെ കൈക്കൊണ്ടില്ല. അവൻ 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 ഇഗ്നോർ ചെയ്യപ്പെട്ടവനാണ്, അവൻ അവഗണിക്കപ്പെട്ടവനാണ്. സ്തോത്രം. ഇത്രയും പറഞ്ഞു പറയുകയാണ്, അവനെ കൈക്കൊണ്ട്. ആരാണ് അവൻ? സ്തോത്രം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. 1:14 വചനം ജഡമായി തീർന്നു. ഇങ്ങനെ ഞാൻ പറയട്ടെ, ആദിയിൽ ഉണ്ടായിരുന്നതും ദൈവത്തോട് കൂടിയിരുന്നതും ദൈവമായതുമായ വചനം ജഡമായി തീർന്നു. അവനെ കൈക്കൊണ്ട്. അപ്പോൾ ഈ കൈക്കൊള്ളുക എന്നതിനകത്ത് 5 കാര്യങ്ങൾ എങ്കിലും വരുന്നുണ്ട്. 1, അറിയുക. 2, അംഗീകരിക്കുക. 3, വിശ്വസിക്കുക. 4, സമർപ്പിക്കുക. 5, കീഴടങ്ങുക, ബ്രാക്കറ്റിൽ അനുസരിക്കുക. ഇത്രയും കാര്യങ്ങൾ ചേരുമ്പോഴാണ് അവനെ കൈക്കൊണ്ടു എന്ന് പറയുന്ന കാര്യം പ്രാക്ടിക്കലാകത്തുള്ളൂ. ഇന്നിവിടെ വന്നിട്ടുള്ള മുഴുവൻ പേരോടും ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു, അവനെ അറിയുക, അവനെ ഒന്നുകൂടി അറിയുക. രാത്രി പ്രാർത്ഥിക്കുക, അവനെ അറിയാൻ എനിക്ക് കൃപ തരണമേ. നീ അറിഞ്ഞതിനേക്കാൾ അവൻ വലിയവനാണ്, നീ കേട്ടതിനേക്കാൾ അവൻ നല്ലവനാണ്, നീ മനസ്സിലാക്കിയതിനേക്കാൾ അവൻ ഉന്നതനാണ്, ലോകത്തിൽ ആരെക്കാളും അവൻ മതിയായവനാണ്, മറ്റാരെക്കാളും അധികം നിന്നെ സ്നേഹിച്ചവനാണ്. 1000 മണിക്കൂർ കിട്ടിയാലും
അവനെ വർണ്ണിച്ചാൽ മതിയാകുകയില്ല. സ്തോത്ര 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 സ്തോത്ര. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാനാരുമേയില്ല. അവനെ പോലാരാധനില്ല. ഹല്ലേലൂയ. 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 അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. സ്തോത്രഗീതം പാടി പുകഴ്ത്തുവിൻ രാജരാജനെ. അവൻ നല്ല സ്തോത്രഗീതം പാടി പുകഴ്ത്തുവിൻ രാജരാജനെ. ഏകനായി മഹാത്ഭുതം ചെയ്തിടുന്നവനെ. ഏകനായി മഹാത്ഭുതം ചെയ്തിടുന്നവനെ. അവൻ കർത്തനെ വാഴ്ത്തി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ഓ ഓർത്തു നോക്കി, അവനെ പറ്റി എന്തെല്ലാം ഗാനങ്ങളാണ്. അവനെ അറിയുക. ഇപ്പൊ ഈ ചെറിയാൻ സാറിന്റെ ഒരു പഴയ പാട്ടുണ്ട്, അത് പാടുന്ന ഒത്തിരി ഹൈപ്പിച്ചാണ്. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യരാരുമില്ല. അവനൊപ്പം പറയാൻ അവനെ അവനിൽ ഒരു നാളും അലയാതെ അവനിൽ ഒരു നാളും അലയാതെ വരുമ്പിലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ സ്തുപൻ. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ സ്തുപൻ. അവനെ അറിയുക. ഇവനെത്ര മഹാനെന്ന് നോക്കുകയെ. സ്തോത്രം. ശലോമോനേക്കാൾ വലിയവൻ, മോശയേക്കാൾ വലിയവൻ, അബ്രഹാമിനേക്കാൾ വലിയവൻ, ദാവീദിനേക്കാൾ വലിയവൻ, അഹരോനേക്കാൾ വലിയവൻ, യോശുവയേക്കാൾ വലിയവൻ. അവൻ എത്ര വലിയവൻ. ശിഷ്യന്മാർ അവനെ അറിഞ്ഞെങ്കിലും അറിഞ്ഞില്ലായിരുന്നു. പടകിൽ കാറ്റടിച്ചു,
കർത്താവ് കാറ്റിനെ ശാസിച്ചു. കരയ്ക്കിറങ്ങിയപ്പോൾ അവർ തമ്മിൽ തമ്മിൽ ചോദിക്കുക, ഇവൻ ആര്? കാറ്റും കടലും എൻ്റെ വാക്കിനെ അനുസരിക്കുന്നല്ലോ. നീ അവന്റെ കൂടെ നടന്നു, പക്ഷെ നിനക്ക് അവനെ അറിയില്ല. ഇന്ന് രാത്രി ഒരു പുതിയ വെളിപ്പാട് പ്രാപിക്കുക. യേശു വലിയവനാണ്. എൻ്റെ യേശു വലിയവനാണ്. എൻ്റെ യേശു വാക്ക് മാറാത്തവനാണ്. എൻ്റെ യേശു മതിയായവനാണ്. അവൻ ഒരിക്കലും വഴിയിലിട്ടിട്ട് പോകത്തില്ല. അവൻ ചതിക്കയില്ല. അവനെ പിൻപറ്റിയവരാരും നിരാശപ്പെട്ടിട്ടില്ല. അവന്റെ നാമത്തിന് വേണ്ടി 10 രൂപ സ്വോത്രകാഴ്ചയിട്ട് ആരും നാണിച്ചു പോയിട്ടില്ല. അവന് വേണ്ടി 1000 രൂപ സ്വോത്രകാഴ്ചയിട്ട് ആരും ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. നമ്മൾ ഇതിന്റെ ഈ ക്ലാസ് ഇങ്ങനെ ലെസൺ അങ്ങ് തീർക്കണ്ട. ഒന്ന് കണ്ണടച്ചിട്ട് ഒരു നിമിഷം അവനെ ഒന്ന് ഓർത്ത് ധ്യാനിച്ച് ഹൃദയത്തിലേക്കൊന്ന് ഒന്ന് സ്വീകരിച്ചിട്ട് നന്ദി പറഞ്ഞാട്ട് അല്പം മിനിറ്റ്. സോദര 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 സോദര. അവനെ അറിയുക, അവനെ അറിയുക, അവനെ അറിയുക, അവനെ അറിയുക. കുഞ്ഞുങ്ങളെ, നിങ്ങൾ യേശുവിനെ അറിയുക. യൗവനക്കാരെ, നിങ്ങൾ യേശുവിനെ അറിയുക. സഹോദരിമാരെ, നിങ്ങൾ യേശുവിനെ അറിയുക. സഹോദരന്മാരെ, നിങ്ങൾ യേശുവിനെ അറിയുക. ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് എന്നാണെന്നറിയോ? എനിക്കിപ്പോഴും അവനെ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു ദിവസം ഒരു മനുഷ്യൻ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചു. ഒരാളുടെ പേര് ചോദിച്ചു. ഇന്നയാളെ അറിയാവോ? അറിയാം. അടുത്ത ചോദ്യം, എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു, എൻ്റെ ചർച്ചിൽ വരുന്നു. അടുത്ത ചോദ്യം, എത്ര നാളായിട്ട് അറിയാം? ഞാൻ പറഞ്ഞു, 2 കൊല്ലമായിട്ട് അറിയാം. ആ, അത്രയേ ഉള്ളൂ അല്ലേ? ആ, പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, എന്തിനാ ചോദിച്ചു? അല്ല, എൻ്റെ മോക്ക് വേണ്ടി ഒന്ന് ആലോചിക്കാൻ. 2 കൊല്ലമായിട്ടുള്ള അറിവേ ഉള്ളെന്ന് പറഞ്ഞപ്പോൾ പുള്ളി വേണ്ടെന്ന് വെച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കുക, എത്ര കൊല്ലമായിട്ട് അറിയാം യേശുവിനെ? റിയലായിട്ട് അറിയണം. അറിയാവോ അവനെ? അറിയാവോ അവനെ? അറിയാമെങ്കിൽ പിന്നെ എന്താ വേറൊരാളോട് പറയാതെ? പേടിയല്ലേ? ഇച്ചിരി പേടിയുള്ളത് നല്ലതാ. എന്നാലും അവനെ അറിയാവോ? Praise the Lord. Praise the Lord. സോദരം 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 സോദരം. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര വിശ്വസ്തൻ. ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര നല്ലവൻ. ആമേൻ, ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. നമുക്കിനി ഒരായുസ് നീട്ടി തന്നാലും അവനെ അറിഞ്ഞ് തീരത്തില്ല. അവനെ സ്തുതിച്ചു മതിയാകത്തില്ല. അവനെ പാടി തൃപ്തി വരത്തില്ല. അവനത്ര വലിയവനാണ്. അവനത്ര നല്ലവനാണ്. അവനത്ര വിശ്വസ്തൻ. എൻ ദൈവം നല്ലവൻ എന്നെന്നുമേ. എന്നാഥൻ വല്ലവൻ എന്നാടുമേ. ദൈവം ശവൻ എന്നെ രക്ഷിപ്പാൻ തൻ ജീവൻ എൻ രക്ഷകൻ
ഞാൻ ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് വിട്ടുതരുന്നു. നിങ്ങൾ തന്നെ നിങ്ങളുടെ ബുക്കിൽ എഴുതണം അവൻ ആരാണ്. ഞാൻ എഴുതിയാൽ ഒരു 150 ഇപ്പൊ പറയാനുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഇടയിൽ ഡാളസിൽ ചെന്നപ്പോൾ ഞാൻ താമസിച്ച വീട്ടിലെ എൻ്റെ ഒരു സുഹൃത്താണ്, കോതമംഗലംകാരനാണ്. അവരുടെ ഇവിടുത്തെ വലിയ വീടുകളല്ലേ അവിടെ ഡാളസിൽ. അപ്പൊ പകലൊക്കെ ഫ്രീ ആയിട്ട് മോളിൽ പോയിരിക്കും, വായിക്കാനും എഴുതാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഈ വാക്യ ബോർഡുകളൊക്കെ ഇങ്ങനെ മേടിച്ചു കൊണ്ടുവന്നത് എല്ലാം ഒന്നും തൂക്കാനൊന്നും നേരെയില്ല. എല്ലാവരും ജോലിയും ബെത്തപ്പാടും ഓട്ടമാണ്. രസകരമായ കാഴ്ചകളാണ് ഇന്ന് കണ്ടാൽ. എന്നാ ഓട്ടമായില്ലായിരുന്നു, എവിടേക്കാന്ന് ഒരു പിടി. ഞാൻ അന്നേരം നാട്ടിലത്തെ കഥ പറഞ്ഞു. നിങ്ങൾക്കറിയില്ല, ചെറുപ്പക്കാർക്കറിയില്ല. പണ്ട് ഈ കോഴി, നാടൻ കോഴിയുണ്ട്, ഇത് മുട്ടയിട്ട് കഴിയുമ്പോൾ ഒരു പനി വരും. പിന്നെ എന്ത് ചെയ്താ ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കില്ല. അമ്മച്ചിമാര് ഉണങ്ങിയ വാഴയുടെ ഒരു കയ്യ് ഇതിന്റെ വാലേ കിട്ടും. അപ്പൊ ഇത് ഓടിക്കോളും. കുറെ ആരണ്ട് വരുന്നുണ്ടെന്നോ, ഓടി 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 ഇടപാടും. ഇതുപോലെ ആരാണ്ട് ഇങ്ങനെ വഴക്കച്ച് കെട്ടി വിട്ടിരിക്കുക, ഒന്നും നേടുന്നില്ല. താക്കോലുമായിട്ട് ഭർത്താവ് ഇങ്ങനെ പോവാണ്. ഭാര്യ ഇങ്ങോട്ട് വരുമ്പോ ഹായ് ബായ്, താക്കോല് കൈമാറി. പിന്നെ ഇപ്പൊ 3-4 താക്കോലുള്ളതുകൊണ്ട് കുഴപ്പമില്ല. എന്റെ ദൈവമേ, എന്നെ ഓട്ടം. ജീവിക്കാൻ മറന്നുപോയൊരു തലമുറ. എന്റെ വാസ ഒട്ടും സമയമില്ല. ഞാനൊരു സഹോദരനെ നോക്കിയിട്ട് ഒരു യോഗത്തിനും കാണുന്നില്ല. ഇവിടെയല്ല, വേറൊരിടത്തെ. അപ്പൊ ഞാൻ അന്വേഷിച്ചു, വിളിച്ചപ്പോ ചിരിക്കുക അവൾ. എനിക്കറിയാം അച്ഛാ വിളിക്കുമോ, എല്ലാ വിഷയമെല്ലാം വരാത്തന്നെ. അച്ഛാ ഞാനേ ഒരു ചെറിയ, പറ നീ കാര്യം പറ. അത് ഈ ദൈവദാസന്മാരെ വന്നാൽ താമസിപ്പിക്കണ്ടെന്ന് ഓർത്ത് ഞാനൊരു വലിയ വീട് മേടിച്ചു. കേട്ടോ, വിളച്ചിൽ കേട്ടോ, ദൈവദാസന്മാർ വന്നാൽ താമസിപ്പിക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ വലിയ വീട് മേടിച്ചു. ഇപ്പൊ അതിന്റെ മോർഗേജ് അടച്ചു തീർക്കാൻ പറ്റുന്നില്ല. അത് കാരണം ഡബിൾ ഡ്യൂട്ടി എടുക്കുക. ഞാൻ മോനെ ഇതില്ല, ഞാൻ മെഡിക്കൽ ഫീൽഡാ, ഭാര്യ അതെ. എന്നാ എൻ്റെ മോനെ ആ ആശുപത്രിയിൽ ഒരു മുറി എടുത്താൽ പോരെ. നീ വീട്ടിൽ എന്ന് കിടക്കാനാ? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ അവിടെയോടൊക്കെ പിന്നെ യോഗത്തിന് വിളിക്കുമോ അല്ലേ? എന്നെ വിളിക്കും. കാരണം ഞാൻ ഒന്നും വെച്ച് കെട്ടി പറയുന്നത് നല്ലത് എല്ലാവർക്കും അറിയാം. ദൈവത്തിന് സ്തോത്രം. കളിയാക്കിയതൊന്നും അല്ല. അപ്പൊ പറയാൻ വന്ന എന്നാ അറിയോ, യേശുവിൻ്റെ നാമങ്ങൾ 150 എഴുതിയൊരു നല്ല സൂപ്പർ ബോർഡ് ചുരുട്ടിക്കുട്ടിയിട്ടിരിക്കും. കാരണം അതൊരു ഫ്രെയിമേൽ തറയ്ക്കാൻ നേരം കിട്ടണ്ടേ. എന്നെങ്കിലും ഒരു ഓഫ് കിട്ടുമ്പോഴായി കടയിൽ പോണത്. ഇവിടുത്തെ കാര്യമാണോ പറയുന്നതെന്ന് ഓർത്ത് അത് ചിരിക്കുന്നേ. അവിടെ ഉന്തുവണ്ടി ഉണ്ടല്ലോ, വലിയ ഉന്തുവണ്ടി. അതൊക്കെ ഒരു വലിയ സൗകര്യം കേട്ടോ. കാരണം എന്ത് വേണേലും ഇങ്ങനെ എടുത്തിട്ടാ പോരെ. ഇങ്ങനെ വന്ന് വീട്ടിലിടയില്ലേ. ഇതിൽ പകുതി ഇവിടെ ലണ്ടനിൽ വെച്ചൊരു സഹോദരൻ പറയാ, എൻ്റെ അച്ചായ തട്ടിപ്പെന്ന് പറഞ്ഞാൽ ഒരു ബ്രെഡും ഒരു പാലും മേടിക്കാൻ നമ്മൾ പോണത്. പക്ഷെ അത് അങ്ങേറ്റത്താ വെച്ചിരിക്കുന്നു. അതിനിടെ പോകുമ്പോൾ ബൈ 1 get 1 ഫ്രീ. അപ്പൊ എടുത്തിട്ട് 2 പാലും ബ്രെഡിന്റെ അടുക്ക് ചെല്ലുമ്പോഴേക്കും വണ്ടി നിറയും. പിന്നെ പാലും ബ്രെഡ് വെക്കാൻ വേറെ വണ്ടി എടുക്കണം. ഇന്ന് പിള്ളേരെല്ലാം ഉഷാറില്ല, ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. കാരണം ഇവരല്ലേ വണ്ടി ഉന്തുന്നേ. ഞാൻ വൈകുന്നേരം ആയപ്പോൾ ചോദിച്ചോടോ, ഈ വാക്യം എന്നാ മനോഹരമാ, ഇതിങ്ങനെ ചുട്ടിക്കൊണ്ടിട്ടിരിക്കുന്നത്. അച്ചായൻ കൊണ്ടുപോളാവോ? ഞാൻ പറഞ്ഞു കൊണ്ടുപോളാം, നിങ്ങൾ വീട്ടിൽ വന്നാൽ കാണിക്കാം. ഞാനത് ഒരു സ്റ്റുഡിയോയ്ക്ക് കൊടുത്ത് ഫ്രെയിം ചെയ്ത് ഈ വലിപ്പത്തിൽ ഉണ്ടാക്കി പിടിപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. നിങ്ങൾ ഒന്ന് അന്വേഷിച്ച്, അവൻ ആരാ? അവൻ അൽഫയാണ്, അവൻ ഒമേഗയാണ്,
ആദ്യനാണ്, അന്ത്യനാണ്, വഴിയാണ്, സത്യമാണ്, വെളിച്ചമാണ്, ജീവനാണ്, പുനരുത്ഥാനമാണ്, നല്ല ഇടയനാണ്, ജീവന്റെ അപ്പമാണ്, മുന്തിരി വള്ളിയാണ്. പോവുക കണക്ക്. നമ്മുടെ വിഷയം എന്താ? അവനെ കൈക്കൊള്ളണമെങ്കിൽ അവനെ അറിയണം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് അറിയാവോ? അറിയാവോ? നീ ആരെ വിശ്വസിച്ചെന്ന് നിനക്കറിയാവോ? ഞാൻ മുദ്രപത്രത്തിൽ എഴുതി തരാം. ഇവനെ വിശ്വസിക്കാൻ കൊള്ളാം. നിങ്ങൾ എന്നോട് ചോദിക്കുക എത്ര കൊല്ലമായിട്ട് അറിയാവുന്ന? 45 കൊല്ലമായിട്ട് അറിയാം. ഞാനെങ്ങൊന്നും അറിയാത്തല്ല. സെന്റ് അഗസ്റ്റിനെ പീഡിപ്പിക്കുമ്പോൾ കർത്താവിനെ തള്ളിപ്പറയാവെന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ വാക്ക് വായിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും. കാരണം എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സ്റ്റേജിൽ നിന്ന് വീരവാദം അടിക്കുന്ന പാപമല്ലേ. ആ വയസ്സായ മനുഷ്യൻ, 79 വയസ്സുള്ള മനുഷ്യൻ പറയുക, ഞാൻ 79 വർഷം അവനെ സേവിച്ചിട്ട് അവൻ എനിക്കൊരു തിന്മ ചെയ്തിട്ടില്ല. അവനെ തള്ളി പറഞ്ഞിട്ട് എനിക്ക് ജീവിക്കണ്ടെന്നുണ്ട്. ഇന്നൊരു വീഡിയോ എനിക്ക് കിട്ടി. ഞാനത് എൻ്റെ സജി ബ്രദറിന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണേൽ കിട്ടും. ട്രംപിൻ്റെ ഒരു പ്രസംഗം കേൾക്കേണ്ടതാ. ട്രംപ് പറയാ, ഒരാൾ എന്നോട് വന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു, എന്നെ അറിയാവോ, ഞാൻ ഫേമസ് ആന്ന് പറഞ്ഞു ട്രംപിനോട്. ട്രംപ് പറഞ്ഞു, നീ ഫേമസ് അല്ല. ഉടനെ അയാൾ ചോദിച്ചു, താൻ ഫേമസ് ആണോ? ഞാൻ ഫേമസ് അല്ല. ഫേമസ് ആയ ഒരാളെ ഞാൻ പറയാം, ജീസസ്. ഞാൻ കിടുങ്ങിപ്പോയി. നമ്മൾ ഈ പറയുന്ന ഷാരൂഖ് ഖാനും എല്ലാ ഖാനും ഈ 20 കൊല്ലത്തിന്റെ പ്രസിദ്ധിയേ ഉള്ളൂ. കഴിഞ്ഞ തലമുറയിലും വരാനുള്ള തലമുറയിലും അവന് തുല്യൻ ആരുമില്ല. എലിസബത്ത് രാജി അതുപോലെ ഒരാള് നമ്മുടെ തലമുറ ജീവിച്ചിരുന്നല്ലോ. പാസ്പോർട്ട് വേണ്ട, ഇതൊക്കെ മരിച്ചപ്പോഴാണ് അറിയുന്നത്. പാസ്പോർട്ട് ഇല്ലായിരുന്നു, ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ട. അങ്ങനെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിലുണ്ടായിരുന്നു. മരിക്കാറായപ്പോഴേ, അല്ല, അടക്കത്തിന്റെ ലാസ്റ്റ് മിനിറ്റിൽ അവരുടെ ബിഷപ്പ് കിരീടം അങ്ങ് മാറ്റാൻ പറഞ്ഞു. രാജകീയ ആഭരണങ്ങൾ മുഴുവൻ മാറ്റി. എന്നുവെച്ച് പറഞ്ഞു, നമ്മുടെ സഹോദരി എലിസബത്തിനെ അടക്കാൻ പോകുന്നു. കീനെ അല്ല അടക്കിയത്, നമ്മുടെ സഹോദരി എലിസബത്തിന്. തീർന്നു. ഇനി ആരോർക്കും? ഇവിടെ പിന്നെ നോട്ടയിൽ അതിൻ്റെ പടമുണ്ടോ അല്ലേ? അതുകൊണ്ട് കുറെ കാലം കൂടെ നിൽക്കും. ഇന്നും യേശു വലിയവനാണ്. എല്ലാ നാമത്തിനും മേലായത്. മക്കളെ ഒന്ന് എടുത്തു വെച്ചു കേട്ടോ. സമയം പെട്ടെന്നാണ് പോണം. ഇന്ന് തന്നെ എത്ര സ്പീഡെന്നറിയില്ല. ഇന്നലെ ഇതിനേക്കാളൊക്കെ പതുക്കിയായിരുന്നത്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അവനെ കൈക്കൊള്ളണമെങ്കിൽ അവനെ അറിയണം. 2, അവനെ അംഗീകരിക്കണം. അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമൊന്നുമല്ല. അക്സെപ്റ്റ് ചെയ്യുക. ഒരു അപ്പനും മോനും കൂടെ പ്രശ്നം ഉണ്ടായി. ഞാൻ പറഞ്ഞു തീർക്കാൻ പോയപ്പോൾ ഞാൻ അവനെ ഒറ്റയ്ക്ക് മാറ്റി പറഞ്ഞിടാ, അപ്പനെ മാറിയെടുക്കാനൊക്കെയില്ല. അപ്പൻ്റെ സ്വഭാവം മാറ്റാനും പറ്റിയില്ല. നിന്റെ സ്വഭാവം മാറ്റാൻ പറ്റും, കാരണം നീ ചെറുതാ. അപ്പൻ്റെ ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, മാറ്റാനൊക്കെയില്ല. ഷാഠ്യമാ. പിന്നെ അത് ഇപ്പോഴേ മനസ്സിലാക്കിയിരുന്നാൽ നല്ലതാ കേട്ടോ. പിള്ളേർ നന്നായിട്ട് പ്രാർത്ഥിച്ചു വേണം അപ്പനും അമ്മയ്ക്ക് ശാഠ്യമില്ലാതിരിക്കാൻ. എന്നാ ചെയ്യാൻ? മധുരം ഇട്ടാ കുഴപ്പം, ഇട്ടില്ല കുഴപ്പം. ഗ്ലാസ്സിൽ കൊടുത്താൽ കുഴപ്പം, കപ്പി കൊടുത്താൽ കുഴപ്പം. പ്രായത്തിന്റെ അസുഖങ്ങളാ. ദൈവമേ, ഇതൊക്കെ വരാതിരുന്നാൽ മതിയായിരുന്നു. ചൂടില്ലടി, ചൂടാക്കിക്കൊണ്ട് വാടി, ചൂടാക്കിക്കൊണ്ട് വരും.
ഇതൊരു കയ്യിലോട്ട് പിടിക്കാൻ പോലും മേലാത്ത ചൂടായി പോയല്ലോ. ഇവിടെ വെച്ചാൽ പോരെ, 2 മിനിറ്റ് കഴിഞ്ഞ് മാറിക്കൊള്ളുകയല്ലേ. പക്ഷേ ആ ഒരു സെൻസൊക്കെ പോയതായിരിക്കും. Praise the Lord. Hallelujah. അപ്പൊ ഞാൻ ഈ ചെറുക്കനോട് വർത്താനം പറഞ്ഞു, പൊന്നുമോനെ, അപ്പനെ മാറ്റാൻ ഒക്കുകയല്ല. നീ ഈ പ്രായമായതുകൊണ്ട് നിനക്ക് മാറ്റം വരുത്താം. അവൻ സമ്മതിച്ചു. ഞാൻ എന്നോട് പറയാ, ശരി ഞാൻ അനുസരിച്ചേക്കാം, പക്ഷെ ഞാൻ അംഗീകരിക്കുകയല്ലോ. നിങ്ങൾക്ക് ആശയം പിടി കിട്ടിയോ? ആ വാക്കൊന്ന് പഠിപ്പിക്കാനാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത് ഞാൻ അനുസരിച്ചേക്കാം, പക്ഷെ ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. എന്തുകൊണ്ട്? ഇവരുടെ ലൈഫ് ശരിയല്ല. യേശുവിനെ അംഗീകരിക്കാം. അക്സെപ്റ്റ് ജീസസ് ഇൻ യുവർ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ അവനെ ഒന്ന് സ്വീകരിച്ച് ഇന്ന് രാത്രി. മൂന്നാമത്തെ വാക്ക് വിശ്വസിക്കുക. വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക എന്ന വാക്ക് വിശദീകരിക്കാൻ ഒരു രാത്രിയും കൂടെ വേണം. പിശാചുക്കളും ബാക്കിയൊന്ന് പറഞ്ഞ് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, വിറയ്ക്കുന്നു, അല്ലേ? അപ്പം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതാണോ? വിശ്വസിക്കുക എന്ന് പറയുന്നത് ഇതിനേക്കാളൊക്കെ ഭയങ്കരമായ അർത്ഥമാണ്. മഹാത്മാഗാന്ധി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ മഹാത്മാഗാന്ധിയെ വിശ്വാസമാണോ? അതെനിക്ക് പറയാനൊക്കത്തില്ല, കാരണം ഞാൻ ഒരു ഡീലും നടത്തിയിട്ടില്ല. ഇപ്പൊ എന്നോട് ഒരാൾ ചോദിക്കുക, ബിനിൽ പാസ്റ്റർ വിശ്വസിക്കാവോ? ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിടത്തോളം വിശ്വസിക്കാം. എനിക്ക് അത്ര ക്ലോസ് അല്ലാത്തവരെ പറ്റി എനിക്ക് പറയാൻ പറ്റുമോ? യേശുവിനെ വിശ്വസിക്കാവോ? ആമേൻ. ആശ്രയിപ്പാനും പങ്കിടുവാനും നല്ലൊരു സഖിയാണവൻ. ആശ്രയിപ്പാനും പങ്കുവയ്പ്പാനും നല്ലൊരു സഖിയാണ്. അകലാത്ത സ്നേഹിതൻ, ഉത്തമ കൂട്ടാളിയാ. ആശ്രയിപ്പാനും പങ്കുവയ്പ്പാനും നല്ലൊരു സഖിയാണവൻ. താങ്ക് യു വെരി മച്ച് ബ്രദർ. ഏത് പാട്ട് പാടിയാലും അദ്ദേഹം കൂടെ പാടുന്നു. കൺഗ്രാജുലേഷൻ. ഇപ്പോഴത്തെ പാട്ടുകാർക്കൊന്നും അറിയില്ല ഇതൊന്നും. ഇത് പീച്ചി മാസ്റ്ററുടെ മകൻ ജോയി എഴുതിയ പാട്ടാണ്. പീച്ചി മാസ്റ്റർ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. പഴയൊരു അനുഗ്രഹീതനായ ദേവദാസനാണ്, തൃശ്ശൂര്. എന്നാൽ ജോയി മരിച്ചുപോയി. ബാംഗ്ലൂരായിരുന്നു, എൻ്റെ അടുത്ത സ്നേഹിതനായിരുന്നു. എഴുതിയ മനോഹരമായ പാട്ടാണ്. ആമേൻ. എല്ലാം കൂടെ പാടാൻ നേരമില്ല. വിശ്വസിക്കാൻ കൊള്ളാം, വിശ്വസിക്കാൻ കൊള്ളാം. എത്ര സംഭവങ്ങളെ പറയാനുള്ളത്. ഈ ഇല്ല, മാർത്തയുടെ മറിയുടെ വീട്ടിലോട്ടൊക്കെ കർത്താവ് കൊണ്ട് ചെല്ലുന്ന നേരെ എങ്ങൊക്കെ ഓർത്ത് നോക്കി. കർത്താവ് ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, വിശ്വസിച്ചാൽ. അപ്പൊ വിശ്വാസം ഇല്ലേ അവർക്ക്? ഉണ്ട്. ഓ കർത്താവേ, ഞങ്ങളെ ഒന്നുകൂടെ വിശ്വാസത്തിലൊന്ന് ഉറപ്പിക്കണേ. എൻ്റെ പൊന്നു കർത്താവേ, ഞങ്ങൾക്ക് ഒരു ലെവലും കൂടെ കൂട്ടി തരണേ. സ്തോത്രം, 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 സ്തോത്രം. ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയം തീർന്നു, യോഗം തീരാൻ പോവുക. വിശ്വാസം എന്നൊക്കെ പറയുന്നതിന്റെ ആഴത്തിലോട്ടൊന്ന് ഇറങ്ങാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചേ. ആമേൻ. നാലാമത്തെ വാക്ക് സമർപ്പണം. കൈക്കൊള്ളുക എന്നുള്ളതിനകത്തുള്ള 5 വാക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ. സമർപ്പണം. 5ാമത്തെ വാക്ക് കീഴടങ്ങൽ. ഇത്രയും കാര്യങ്ങൾ ചേർത്താലാണ് അവനെ കൈക്കൊണ്ടു എന്ന വാക്ക് പൂർണ്ണമാകത്തുള്ളൂ.
സ്തോത്രം, 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 സ്തോത്രം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആമേൻ. ഇനി അതിന്റെ 13 വായിച്ചേ. യോഹന്നാൻ 1:13 എന്ന് പറഞ്ഞാൽ രക്തബന്ധത്തിലൂടെയല്ല, എന്ന് പറഞ്ഞാൽ ജഡീകമായ കർമാനുഷ്ഠാനങ്ങളിലൂടെയല്ല. ഭൂമിയിലെ ജനനങ്ങളെല്ലാം പുരുഷന്റെ ഇഷ്ടത്താൽ, എന്നാൽ ഇത് പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ ജനനം നടക്കുന്നു. ആ ജനനത്തിന്റെ പേര് പുതുജനനം. ആ ജനനത്തിന്റെ പേര് വീണ്ടും ജനനം. ആ ജനനത്തിന്റെ പേര് ഉയരത്തിൽ നിന്നുള്ള ജനനം. ആ ജനനത്തിന്റെ പേര് സ്വർഗത്തിൽ നിന്നുള്ള ജനനം. ലേലുയ, 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 ലേലുയ. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത്. സ്തോത്രം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. ഇനി ദൈവത്തിൽ നിന്ന് ജനിച്ചവരെ കുറിച്ച് 10 കാര്യം യോഹന്നാന്റെ ലേഖനത്തിൽ തപ്പിയെടുക്കാം. എന്തൊരു അത്ഭുതകരമായ കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ ജീവിതയാത്രയിൽ ഇതിലേക്ക് വരാൻ, ഈ ബൈബിളിലേക്കൊന്ന് എത്തി നോക്കാനെങ്കിലും ഭാഗ്യം കിട്ടിയല്ലോ. സ്തോത്രം, 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 സ്തോത്രം. അവനെ അറിയുക, അവനെ കൈക്കൊള്ളുക, അവന്റെ നാമത്തിൽ വിശ്വസിക്കുക. ആ സെക്കൻഡിൽ നിങ്ങൾ ദൈവമക്കളാണ്. അപ്പോൾ തന്നെ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നൊടിയിടയിൽ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതും. നിങ്ങളുടെ പാപം മായ്ച്ചു കളയും. നിങ്ങളെ നീതീകരിക്കും, നീതിമാന്മാരായി അംഗീകരിക്കും. നോട്ടീസ് ബോർഡിൽ എഴുതി ഒട്ടിക്കും, അവൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു പുതിയ സിറ്റിസൺഷിപ്പ് കിട്ടും. നമ്മുടെ പൗരത്വമോ ഇതൊക്കെ ഉടൻ നടക്കുക. ഇവിടെയൊക്കെ വന്നാൽ എന്തോരം നാളുകൊണ്ടാ ഒരു സിറ്റിസൺ ആകുന്നേ. യേശുവിനെ സ്വീകരിക്കുമ്പോൾ സ്വർഗത്തിൽ സിറ്റിസൺഷിപ്പ്. നിങ്ങളുടെ ഉള്ളത്തിൽ ഒരു തീ കത്തുന്നുണ്ടോ? എങ്കിൽ പുസ്തകമൊക്കെ ഒന്ന് അടച്ചു വെച്ചാട്ടെ. സമയം തീർന്നല്ലോ, എഴുന്നേറ്റ് നിന്നാട്ടെ. പൂർണ്ണ ശക്തിയോടെ കരങ്ങൾ അടിച്ച് ചില മിനിറ്റുകൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആത്മാവിൽ നിറഞ്ഞവർ അന്യഭാഷയിൽ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ കരങ്ങൾ അടിച്ച് പാട്ട് പാടുന്നതിന് മുമ്പ് അല്പനേരം ദൈവത്തെ സ്തുതിക്കാം. എല്ലാ നാമത്തിലും ഭക്തജനം പാട്ടും നാമം. എല്ലാ നാമത്തിലും ഭക്തജനം പാട്ടും നാമം. എല്ലാ മുഴക്കാലം ആടുകീടും തീരും ഈ വല്ല ഭക്തമുള്ള നാമം. എല്ലാ മുഴക്കാലം ആടുകീടും തീരും ഈ വല്ല ഭക്തമുള്ള നാമം. ഓ ശ്രീയേശുനാമം അതിശയനാമം, നാമം. ഓ ശ്രീയേശുനാമം അതിശയനാമം, നാമം. ഓ പാപകാരി ഓ അമ്മ പാപമറ്റ ജീവിതത്തിൽ കാട്ടി തന്ന പാവനമനാമം. ഓ പാപമറ്റ ജീവിതത്തിൽ മാറുകയെ കാട്ടി തന്ന പാവനമനാമം. ഓ യേശുനാമം
അതിശയനാകും ഏഴേനിക്കുമ്പതാകും ശ്രീയേശുനാമം അതിശയനാകും ഏഴേനിക്കുമ്പതാമോ ഓ മനഭൂമിയെ ഓ മനഭൂമിയെ ഓ അപ്പേ ബാല്യമുള്ള എല്ലാ അധികാരത്തെയും ആയുധം ലഭിച്ച നാമം ഓ അപ്പേ ബാല്യമുള്ള എല്ലാ അധികാരത്തെയും ആയുധം ലഭിച്ച നാമം ശ്രീയേശുനാമം ഓ ശ്രീയേശുനാമം അതിശയനാമം ഏഴേനിക്കുമ്പതാകും ഓ അപ്പേ ശ്രീയേശുനാമം അതിശയനാമം ഓ അമ്മേ ഓ അമ്മേ ഭീതിയോടെ ഓ അമ്മേ ഭീതിയോടെ ഓ അമ്മേ Thank you, Lord. Hallelujah. 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 പ്രിയപ്പെട്ടവരെ, ഇതൊരു അസുലഭ സന്ദർഭം. നാളെ ഉള്ളൂ ഈ മീറ്റിംഗ്. നമുക്ക് ഇച്ചിരൂടെ നേരത്തെ ക്ലാസ് തുടങ്ങാൻ പറ്റിയാൽ നല്ലതാണ്. പക്ഷേ ജോലിയുടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. 7 മണിക്കെങ്കിലും ഒരെണ്ണം ഉത്സാഹിച്ചാട്ടെ. ഈ പറയുന്നതെല്ലാം ജീവിതത്തിൽ ഒന്ന് ഇംപ്ലിമെന്റ് ആകുന്ന എപ്പോഴാണെന്നറിയാം.
അഭിഷേകം പ്രാപിക്കപ്പെടും. അത് ഞാൻ അനുഭവത്തിൽ നിന്ന് പറയും. ഇതൊക്കെ ഇങ്ങനെ ഡയറിയിൽ എഴുതിയാലും ആ കൊള്ളാം നല്ലതാന്നൊക്കെ പറഞ്ഞാലും പോരാ. ആത്മശക്തി വരുമ്പോഴേ ഇതെല്ലാം ആക്ടിവേറ്റ് ആകത്തുള്ളൂ. മൊബൈലിനകത്ത് സിമ്മിട്ട് അതിന്റെ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ആകുന്നത് പോലെയാണ് ആത്മസ്ഥാനത്തിലേക്ക് നടത്തപ്പെടുമ്പോൾ. നിങ്ങൾക്ക് വേണ്ടി എല്ലാം എനിക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ട്, കൈവച്ച് പ്രാർത്ഥിക്കണമെന്നുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ആത്മാവിൽ നിറഞ്ഞാലേ ഈ പറഞ്ഞതെല്ലാം അണ്ടർസ്റ്റാൻഡിങ് ലെവലിലോട്ട് വരത്തുള്ളൂ. ഒന്ന് സമർപ്പിച്ചാണ്. എന്റെ ദൈവമേ, എന്റെ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയ്ക്കായി സ്തോത്രം. ഇവിടെയുള്ള മുഴുവൻ സഹോദരന്മാർക്കായി, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. വരാൻ കഴിയാത്തവർക്കായും പ്രാർത്ഥിക്കുന്നു. ഒരു ആത്മീയ വളർച്ച ഈ സഭയ്ക്കുണ്ടാകട്ടെ. ഇന്ന് യേശുവിനെ അറിയാൻ ചിലരുടെ കണ്ണ് തുറക്കണമേ. അങ്ങേ കൈക്കൊള്ളുവാൻ ചിലരെ ഒരുക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ ദൈവവചന പഠനം സ്വർഗത്തിലെ ദൈവം നമുക്കിന്ന് നൽകി തരുവാൻ ഇടയായി. കർത്താവിന്റെ ദാസനെ വളരെ ശക്തമായി പരിശുദ്ധാത്മാവ് ഉപയോഗിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. ആത്മീയ വളർച്ചയുടെ 7 പടികളെ കുറിച്ച് കൊലോസ്യ ലേഖനത്തിൽ സ്തോത്രം 2 അധ്യായം 6-7 വാക്യങ്ങളിൽ കൂടെ നമുക്ക് കേൾപ്പാനിടയായി. കർത്താവായ യേശുവിനെ കൈക്കൊള്ളുക, അവൻ്റെ കൂടെ നമ്മൾ നടക്കുക, ക്രിസ്തയേശുവിൽ വേരൂന്നി വളരുക, സ്തോത്ര ആത്മീയ വർധനവ് പ്രാപിക്കുക, ഉപദേശ സത്യങ്ങളെ ഗ്രഹിക്കുക, വിശ്വാസത്തിൽ ഉറയ്ക്കുക, സ്തോത്രത്തിൽ കവിയുക. സ്തോത്രത്തിൽ എങ്ങനെ കവിയണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കേൾപ്പാനിടയായി. നാം സ്തോത്രം ചെയ്യുന്നവരാകണം, അതിൽ കവിയണം, അതിൽ ജാഗരിക്കണം. സ്തോത്രം പറയുന്നവരായി നമ്മൾ തീരുവാനിടയാകണം. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രത്തെ സ്തോത്രം കവിയേണ്ട ആവശ്യകതകൾ എന്താണെന്ന് തൻ്റെ ദാസിലൂടെ ഇന്ന് നമുക്ക് കേൾപ്പാനിടയായി. സ്തോത്രം അവനെ കൈക്കൊള്ളുന്ന സ്തോത്രം കൈക്കൊള്ളുവാൻ എന്നവർക്ക് ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുപ്പാനിടയായി. അവനെ കൈക്കൊള്ളുക. സ്തോത്രം അതിൻ്റെ 5 കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് വൈകിയ സമയം കേൾപ്പാനിടയായി. നമ്മൾ അവരെ അറിയണം, അവനെ അംഗീകരിക്കണം, അവനിൽ വിശ്വസിക്കണം, അവനിൽ സമർപ്പിക്കണം, അവന് കീഴടങ്ങണം. ഹല്ലേലൂയ. സ്തോത്രം.